എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പണത്തിന് ആവശ്യം വരുമ്പോൾ സാധാരണ നമ്മൾ വായ്പകൾ എടുക്കുന്നത് പതിവാണ്. എന്നാൽ ആവശ്യമായ സമയങ്ങളിൽ ഈ ലോണുകൾ കിട്ടാതെ വരുന്നതും സാധാരണമാണ്. മാത്രമല്ല, ലോണിന് അപേക്ഷിക്കുമ്പോൾ നിരവധി ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. എന്നാൽ മിനിമം ഡോക്യുമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 2 ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോണിനോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണിനോ അല്ലെങ്കിൽ ബിസിനസ് ലോണിനോ ഒക്കെ അപേക്ഷിക്കുവാൻ പോവുകയാണെങ്കിൽ നിരവധി ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ്. മാത്രമല്ല, ഈടോ ജാമ്യമോ ഒക്കെ തന്നെ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. എന്നാൽ ഇതൊന്നും തന്നെ വയ്ക്കാതെ തന്നെ നമുക്ക്, അതായത് ഈടില്ലാതെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപ വരെ ലോൺ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി നമ്മുടെ അഡ്രസ്സും ഏജും ആധാറിലെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വെരിഫൈ ചെയ്യുന്നതാണ്. ഇത് വെരിഫൈ ചെയ്ത ശേഷം അവരത് അപ്രൂവൽ പ്രോസസ്സിനായിട്ട് അയക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ നമുക്ക് 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോണായിട്ടും ബിസിനസ് ലോണായിട്ടും ഒക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും വളരെ കുറവാണ്. മറ്റുള്ള ലോണുകൾക്ക് അപേക്ഷിക്കുമ്പോൾ മിനിമം ഒരാഴ്ചയെങ്കിലും ആ ലോൺ ലഭിക്കുവാൻ സമയമെടുക്കുന്നുണ്ട്. എന്നാൽ ഈ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണ് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു തുക അടച്ചു തീർക്കുവാൻ വലിയൊരു ടൈം പീരീഡും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്കിത് അടച്ചാൽ മതി. സാധാരണയായിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ, ഈടുരഹിത വായ്പ എടുക്കുകയാണെങ്കിൽ ഉയർന്ന പലിശയൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. മാത്രമല്ല, അടച്ചു തീർക്കേണ്ട സമയപരിധിയും കുറവായിരിക്കും. എന്നാൽ 96 മാസമാണ് ഈ ആധാർ അധിഷ്ഠിത ലോൺ എടുക്കുമ്പോൾ നമുക്ക് അടച്ചു തീർക്കുവാനുള്ള സമയപരിധിയായിട്ട് ലഭിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് തുക അടച്ചു തീർത്താൽ മതിയായിരിക്കും. മാത്രമല്ല, ഇത് EMI ആയിട്ട് അടച്ചു തീർക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ഇനി ഈ ലോണിന് അപേക്ഷിക്കുവാനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളൊരു ഇന്ത്യൻ പൗരനായാൽ മാത്രം ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. 21നും 80നും വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 685 അല്ലെങ്കിൽ അതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർ ആയിരിക്കേണ്ടതാണ് ഈ ലോൺ ലഭിക്കുവാൻ കൂടുതൽ സാധ്യതയുള്ളത്. മാസം 25,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനമുണ്ടെങ്കിലും ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ലോണിനായിട്ട് അപേക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ആധാർ കാർഡാണ്. ഇത് ആധാർ ഉപയോഗിച്ച് നേടുന്ന ലോൺ ആയതിനാൽ തന്നെ ആധാർ കാർഡിലൂടെയാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റിയും അഡ്രസ് വെരിഫിക്കേഷനും ഒക്കെ നടക്കുന്നത്. നിങ്ങളുടെ ഇൻകം കാണിക്കുന്ന പ്രൂഫാണ് മറ്റൊരു രേഖ. നിങ്ങളുടെ സാലറി അക്കൗണ്ട് ഏത് ബാങ്കിൽ നിന്നാണോ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ലോണിന് അപേക്ഷിക്കുന്നതായിട്ട് നൽകേണ്ടതാണ്. ചില അഡീഷണൽ ഡോക്യുമെൻറ്റും ഇതിനു വേണ്ടി നൽകേണ്ടതാണ്. അത് അപേക്ഷകൻ്റെ രീതി ആശ്രയിച്ചായിരിക്കും ഉള്ളത്. ഇനി എങ്ങനെയാണ് ഈ ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് ലെൻഡറിനെയാണ്. NBFC അല്ലെങ്കിൽ ഫിൻടെക് പ്ലാറ്റ്ഫോം ഇവരൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോണൊക്കെ ഓഫർ ചെയ്യുന്നത്. അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ആപ്പോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പിന്നീട് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതിലേക്കായി നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് KYC വെരിഫിക്കേഷനാണ്. ആധാർ ബേസ്ഡ് ആയിട്ടാണ് ഈ KYC ഐഡൻറ്റിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് ഇതിൽ നടത്തുന്നത്. പിന്നീട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്ന് ലോൺ സാങ്ഷനായി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. പിന്നീട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതനുസരിച്ച് ഈ ലോൺ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുന്നതാണ്. സാധാരണ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.8%. അത് ഏകദേശം 24% വരെ പോകുവാനുള്ള സാധ്യതയുണ്ട്. ഒരാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും കുറയുവാനും കാരണമാകും. അതിനാൽ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് നിരവധി തവണ ലോണിന് അപേക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള 2 ലക്ഷം രൂപയുടെ ലോൺ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യമായി പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് ലോണിനായി അപേക്ഷിക്കുമ്പോൾ അത് കൃത്യസമയത്ത് കിട്ടണമെന്നില്ല. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ഈ ലോണ് ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ്.
ലോൺ എടുക്കുന്നതിനോടൊപ്പം തന്നെ അത് കൃത്യസമയത്ത് അടച്ചു തീർക്കുവാനും ശ്രമിക്കേണ്ടതാണ്. ഏകദേശം 96 മാസമാണ് ഈ തുക അടച്ചു തീർക്കുവാനുള്ള സമയം വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ തുക അടച്ചു തീർക്കേണ്ടതാണ്. ഈടൊന്നുമില്ലാതെ തന്നെ ഇത്തരത്തിൽ വായ്പകൾ ലഭിക്കുന്നത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.